വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. നിയമ ഭേദഗതികളിലെ വിവാദ വകുപ്പുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തർക്കം തീരുന്നതുവരെ തൽസ്ഥിതി തുടരാൻ കോടതി ഉത്തരവിട്ടു. വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള ജില്ലാ കളക്ടറുടെ അധികാരം തടഞ്ഞു. വഖഫ് രജിസ്ട്രേഷനുള്ള സമയപരിധിയും സുപ്രീം കോടതി നീട്ടി. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് AG മസിഹ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. വഖഫ് സമർപ്പണത്തിന് ഒരാൾ 5 വർഷമായി ഇസ്ലാം മതം പിന്തുടരുന്ന ആളായിരിക്കണമെന്ന സെക്ഷൻ 316 വ്യവസ്ഥയാണ് സ്റ്റേ ചെയ്തത്. അന്തിമ ഉത്തരവ് വരുന്നവരെ വഖഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറ്റരുതെന്ന് നിർദ്ദേശിച്ച സുപ്രീം കോടതി ജില്ലാ കളക്ടർമാരുടെ അധികാരം സ്റ്റേ ചെയ്തു. പൗരന്മാരുടെ അവകാശങ്ങൾക്ക് മേൽ കളക്ടർമാർക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് അധികാര വിഭജനത്തിന്റെ ലംഘനമാകുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് സ്റ്റേ ചെയ്തത്. വഖഫ് ബോർഡിൽ 3ഉം നാഷണൽ കൗൺസിലിൽ 4ഉം അമുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ. നേരത്തെ ചുരുങ്ങിയത് 2 പേരെങ്കിലും വേണമെന്നായിരുന്നു ഭേദഗതി. വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവിൽ കഴിവതും മുസ്ലിം ആയിരിക്കണം. ഉത്തരവ് കേന്ദ്രത്തിന് കനത്ത തിരിച്ചടിയെന്നും കൂടുതൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള ശ്രമം കോടതി തടഞ്ഞുവെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. സാധാരണ ഒരു ഇടക്കാല ഉത്തരവിൽ കൂടി സുപ്രീം കോടതി ഒരിക്കലും ചെയ്യാത്തൊരു നടപടിയാണ് വഖഫ് നിയമത്തെ സംബന്ധിച്ച് ചെയ്തിരിക്കുന്നത്. നീണ്ട വിധിന്യായം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സർക്കാരിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാദങ്ങളെല്ലാം സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആശ്വാസം തന്നെയാണ്. ഇടക്കാല ഉത്തരവ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സ്വാഗതം ചെയ്തു. No third party will be there. Nobody can claim that this is our property. Whatever was there, it will remain there. So these partially we are satisfied, and we think that by and large our things were taken care. കഴിഞ്ഞ മെയ് 22-നാണ് ഭരണഘടനാ സാധ്യത ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റിയത്. നിയമം ഭരണഘടനാ ലംഘനമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതികളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അന്തിമ വിധി വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഹർജിക്കാർ. തൗഫീഖ് അസ്ലം, മീഡിയ 1, ഡൽഹി. വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞതിൽ സ്റ്റേ ഇല്ല. ദീർഘകാലം ഉപയോഗത്തിന്റെ പേരിൽ സ്വത്തുക്കൾ വഖഫ് എന്ന് പ്രഖ്യാപിക്കാനാകില്ല. വിവരങ്ങളുമായി ധനസുമോദ് ചേരുന്നുണ്ട്. ധനസുമോദ്, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, നമ്മൾ രാവിലെ വാക്കാലുള്ള വിധി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഹർജിക്കാരെല്ലാം വലിയ ആശ്വാസത്തിൽ തന്നെയായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ വിധി പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ചില പ്രശ്നങ്ങൾ, അതായത് ഹർജിക്കാർ ഉന്നയിച്ചതിന് നേരെ വിരുദ്ധമായ ചില കാര്യങ്ങൾ ഈ വിധിയിലുണ്ട് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് വഖഫ് ബൈ യൂസർ എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട. ഈ വ്യവസ്ഥ എടുത്തു കളഞ്ഞതിൽ സ്റ്റേ ഇല്ല എന്നുള്ളൊരു പുതിയ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതായത് നേരത്തെ ഈ വലിയ വാദപ്രതിവാദം കപിൽ സിബൽ തുടങ്ങിയ മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാലാകാലങ്ങളായി, അത് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായും ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കൊണ്ട് അത് വഖഫായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അവയുടെ രേഖകളൊന്നും കൃത്യമായി ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത്, സുപ്രീം കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നത്, ദീർഘകാലം ഉപയോഗത്തിന്റെ പേരിൽ സ്വത്തുക്കൾ വഖഫ് എന്ന് പ്രഖ്യാപിക്കാനാവില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിയമം പാസ്സാക്കുന്നതിന് മുമ്പുള്ള സ്വത്തുക്കൾക്ക് ഇത് ബാധകമല്ലെന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇതുകൂടാതെ ഈ 5 വർഷം മുസ്ലിമായി അനുഷ്ഠിച്ചവർക്ക് വഖഫ് നൽകാനാകൂ എന്ന വ്യവസ്ഥ ചട്ടവിരുദ്ധമല്ല എന്നുള്ളൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. അതിനൊരു വ്യവസ്ഥയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ താൽക്കാലിക സ്റ്റേ മാത്രമാണ് ഇതിനുള്ളത്. ചട്ടങ്ങൾ രൂപീകരിച്ച് ഇത് നിർവചിക്കണമെന്നാണ് കോടതി നിർദ്ദേശമുള്ളത്. ഈ ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ്. നമുക്കറിയാവുന്നതാണ് കാര്യം, BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ കൂടുതലുമുള്ളത്. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആ തരത്തിലുള്ള ഒരു ചട്ടം രൂപീകരിച്ചാൽ ഈ സ്റ്റേ മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ വിധി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ താൽക്കാലിക സ്ഥിരമായിട്ടുള്ള സ്റ്റേ മാത്രമല്ല, ഒരു താൽക്കാലിക സ്റ്റേ ആണ് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ഈ ഉത്തരവിലുള്ളത്. ശരി, ധനസുമോദ്.